അവന് സംശയം തോന്നുന്ന എന്റെ പേടി. ശിവയ്ക്ക് മതികലയുടെ ഫോണിൽ നിന്നും മെസ്സേജ് അയച്ച് ശിവയെ വരുത്താൻ മനസ്സജനും പിച്ചളയും ശ്രമിക്കുന്നു. ആശുപത്രിയിലെത്തിയ രവിയെ തന്റെ കുഞ്ഞേട്ടനാണെന്ന് തിരിച്ചറിയുന്ന കുട്ടിമണിക്ക് കാവലായി നീതുവിനെ നിർത്തുന്ന രവി. രാഹുലിനോട് ആശുപത്രിയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്ന രവി. മനസ്സജൻ പറയുന്നത് സത്യമാണോ എന്ന സംശയവുമായി കുട്ടിമണി. രാഹുലൻ കുട്ടിമണിയെ കാണാൻ ആശുപത്രിയിലെത്തുന്നു. കുട്ടിമണി പെങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് പറഞ്ഞിട്ടാ ഇവൻ വന്നേന്ന് പറഞ്ഞല്ലോ ഭായി. രവിയേട്ടനായിരിക്കും ഇവന് പിന്നില്. ആരും ആയിക്കോട്ടെ പിച്ചളെ, എന്തായാലും കുട്ടു തിരിച്ചറിയാതെ അവളെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ രവിയേട്ടനൊന്നും ആവില്ലല്ലോ. എന്നാലും ഇവന്റെ മുന്നിൽ നിന്ന് ഞാൻ മാറില്ലേ ഭായി. പിച്ചളെ, തൽക്കാലം ഇവന് വേണ്ടി ഞാൻ വഴിമാറാം. ചെല്ലു രാഹുല. രാഹുല, വഴിമാറുന്നതേ ഈ ആശുപത്രി മുറ്റത്തുനിന്ന് മാത്രമാ. കുട്ടുവിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും വഴിമാറി തരില്ല. ഇത് റിസ്കാ ഭായി. അവനെ പെങ്ങള് തിരിച്ചറിഞ്ഞാലോ? ഇല്ല പിച്ചളെ, അവള് തിരിച്ചറിയില്ല. ഞാൻ അനുഭവിച്ച വേദനയുടെ 100% അവനും അറിയട്ടെ. എത്ര പ്രാവശ്യം കുട്ടുവിനൊന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ അവന്റെ മുമ്പിൽ ചെന്ന് കെഞ്ചിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് പരിഗണിച്ചോ? ഇല്ലല്ലോ. തിരസ്കരിക്കപ്പെടുന്നവന്റെ വേദന അവനും അറിയട്ടെ. ഈ സന്ദർശനം മനസ്സിന് രാഹുലിന് നൽകുന്ന ശിക്ഷയാ. നിനക്ക് വിശക്കുന്നുണ്ടോ കുട്ടിമണി? ഇല്ല, പിന്നെ മതി ആഹാരം. ചലച്ചിത്രവേദിയിൽ വഴിയറിയാതെ പകച്ചു നിൽക്കുന്ന പലർക്കും ഞാൻ വഴികാട്ടിയായിട്ടുണ്ട്. പക്ഷെ ഒരു ചെറുപ്പക്കാരന് ഈ മുറിയിലെത്താനുള്ള വഴികാട്ടിയാവുന്നത് ആദ്യമായിട്ടാ. നാണിച്ചു നിൽക്കാതെ കടന്നു വരൂ. നിങ്ങൾ സംസാരിക്കും, ഞാൻ പോയി ലൊക്കേഷൻ നോക്കിയിട്ട് വരാം. കുട്ടിമണി, കുട്ടിമണിക്ക് ഇയാളെ മനസ്സിലായോ? ഇല്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ കുട്ടിമണി. എനിക്ക് നോക്കാനൊന്നുമില്ല, ഞാൻ ഇയാളെ മുമ്പ് കണ്ടിട്ടേ ഇല്ല. ആരാ? എന്തിനാ എന്നെ നോക്കി കരയുന്നേ? ഒയ്ക്കോ ഇവിടുന്ന്. ആരും കരയുന്നതാണെന്ന് എനിക്ക് ഇഷ്ടമല്ല. കുട്ടിമണി, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? കുട്ടിമണിയോട് നിങ്ങളുടെ പേര് പറയാത്ത എന്താ? എന്റെ രൂപത്തിന് മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത ഓർമ്മകള് പേര് കൊണ്ട് തിരിച്ചു കിട്ടുമോ? എന്നാലും പേരൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ രാഹുലിനാ കുട്ടിമണി. കുട്ടിമണി, നീ കാണാൻ കാത്തിരുന്ന രാഹുലൻ തന്നെയത്. കാണാൻ കാത്തിരുന്നോ? അതെ, നിങ്ങളെപ്പറ്റി എല്ലാം ഞാൻ ഇവളോട് പറഞ്ഞിരുന്നു. ഞാൻ മാത്രമല്ല, രവിസാറും. ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ഇവൾക്ക് രാഹുലിനെ ഇഷ്ടായ വിവാഹം നടത്താലോ. അങ്ങനെ വെറുതെ എന്നെ കണ്ടിഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനല്ല എന്റെ ജീവിത പങ്കാളിയായി എനിക്ക് വേണ്ടത്. ആശുപത്രിയിലും മാണിക്യമംഗലത്തും അവ്യർ തെരുവിൽ എന്റെ വീട്ടിലും എന്റെ തോളിൽ തൂങ്ങി നടന്നൊരു പെൺകുട്ടിയുണ്ട്. അവളെയാ ഞാൻ സ്നേഹിച്ചത്. അവളെയാ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. അല്ലാതെ എന്റെ ഈ പുറരൂപം കണ്ട് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കുട്ടിമണിയല്ല. ഇവള് നിങ്ങളുടെ പഴയ കുട്ടിമണിയാകണമെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് നിങ്ങളാ.
ചെന്ന് അവളുടെ അടുത്തിരിക്കെ. നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷവും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിമണിയെ വീണ്ടെടുക്ക്. കുഞ്ഞേട്ടൻ പറഞ്ഞത് ആരെയും മുറി കയറ്റരുതെന്നല്ലേ? ആ നിയമം ഇയാൾക്ക് ബാധകമല്ലെന്നേ. ഇയാളെ രവിസാറിന് വേണ്ടപ്പെട്ട ആളാ. കുട്ടിമണിയുടെ അടുത്തേക്ക് ചെല്ല് രാഹുല, ചെല്ല് ചെല്ല്. കുട്ടിമണി, ബായ്. നമസ്കാരം. ബാംഗ്ലൂരിൽ നിന്ന് ഒരു വലിയ വ്യവസായി ഇവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒരു കഥ കേൾക്കാൻ പറ്റുമോ? കഥയോ? യാ, അതെ. മെഗാ സീരിയലിന് ഒരു പുതിയ സബ്ജക്റ്റ് റെഡിയായിട്ടുണ്ട്. പഴയ പ്രൊഡ്യൂസറുമായി ഒരു ഡിസ്പ്യൂട്ട് വന്നു. അടുത്ത അവസരം ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കാം. എന്താ? ഇവിടെ വ്യവസായം ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോളാ ഒരു കഥ. എന്റെ നായകനും ഇതുപോലൊരു ധർമ്മസങ്കടത്തിലാണ്. കാരണം നഷ്ടപ്പെട്ടത് സ്വന്തം ഭാര്യയുടെ ഓർമ്മകളാണല്ലോ. ഇയാളെ ഇവിടെ വിളിച്ചോണ്ട് പോയിച്ചല്ലേ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കൈവച്ചിട്ടിരിക്കും. എന്റെ പ്രോജക്റ്റിൽ കൈവച്ചവരൊക്കെ ഇന്ന് ലക്ഷാധിപതികളാ. പണ്ട് കോടീശ്വരന്മാരായിരുന്നു. പിച്ചളെ, ഇയാളെ ഈ സാധനത്തിന് കൊണ്ടുപോയിച്ചല്ലേ. ബായ് വാ. ബാംഗ്ലൂരിൽ നിന്ന് വന്ന വ്യവസായി ഞാനാ. ആണോ? അതേന്ന് വാ, ആ. ഞാൻ കഥ കേൾക്കാം. വാ. അതെ, നമുക്ക് താജ് മലബാറിൽ റൂം എടുത്താലോ? ഡിസ്കഷൻ അവിടെ വെച്ചാകാം. തൽക്കാലം ചർച്ചകളൊക്കെ ഇവിടെ വെച്ച് മതി. മതിയാ? എന്താ ബാക്കി വേണ്ടത്? അത് ആ, കഥനം നിറയുന്ന ഈ കഥയൊന്ന് കേൾക്കണം. ഓ, 5000 എപ്പിസോഡ് ഞാൻ ഗ്യാരണ്ടി. ബായ് കഥ പറ. ആ, എന്റെ നായിക ഓർമ്മ നഷ്ടപ്പെട്ടവളാണ്. ഉം. ഭർത്താവിനെ മറന്നുപോയ അവൾ മറ്റൊരാളെ പ്രണയിക്കുന്നു. ഓ, 1000 എപ്പിസോഡുകളിൽ അവൾ ഭാര്യയായി ജീവിക്കും. എന്നിട്ടേ ഓർമ്മ നഷ്ടപ്പെടുകയുള്ളൂ. അവിടെയാണ് കാമുകന്റെ വരവ്. 2000-ാമത്തെ എപ്പിസോഡിൽ ട്വിസ്റ്റ്. അവൾ കാമുകനെയും മറന്നുപോയി. കാമുകം വേണോ ഭർത്താവ് വേണോ? കാമുകം വേണോ ഭർത്താവ് വേണോ? ബാക്കിയുള്ള കാമുകം 3000 വേണോ? എപ്പിസോഡിലും ഈ സംശയം ആയിരിക്കും ബായ്. നോ, അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഓ. അതാ വരുന്നു അടുത്ത കാമുകൻ. 1000 കൂടി കഴിയുമ്പോൾ അടുത്തയാൾ. അങ്ങനെ അങ്ങനെ കഥ ഷിഫ്റ്റ് ചെയ്ത് 5000-ലെത്തില്ലേ? ആ, പിന്നെ സീരിയൽ നുക്കിന് ഒരു പേരും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, പാഞ്ചാലി. എങ്ങനുണ്ട്? ഈ കഥയൊന്നും ശരിയാവില്ലേ ബായ്. ഞാൻ നിർമ്മിക്കണമെങ്കിൽ എത്രയും വേഗം നായിക ഭർത്താവിന്റെ ഒപ്പം ജീവിച്ചു തുടങ്ങണം. അപ്പോ ഈ പറഞ്ഞ ട്വിസ്റ്റ് ഒന്നും പോരാ അല്ലേ? ഏയ്, തീരെ പോരാ. ആ, ശരി, ഉം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, കാമുകം വേണോ ഭർത്താവ് പിന്നെ കാണണോ? അതെ, അങ്ങനെ കുട്ടിമണീസ് വെക്കേഷൻ സെന്റർ തുടങ്ങാനുള്ള പണത്തിന് വേണ്ടിയാ ഞാൻ അമ്മാവന്മാരെ കാണാൻ പോകാൻ തീരുമാനിച്ചത്. വേളിക്കാരി കൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞാ അമ്മയെ ഒപ്പം കൂട്ടിയത്. നിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ അമ്മ അവിടെ നിർത്തിയിട്ട് ഞാൻ ഓടിപ്പോരായിരുന്നു കുട്ടിമണി. പാവം അല്ലേ കുട്ടിമണി? എല്ലാരും പാവങ്ങളാണ്. ഇതു ഇയാളും മറ്റേ കരഞ്ഞ ആളും ഒക്കെ. പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. എന്റെ വയലോരം വീട് മാത്രമേ അറിയൂ. അവിടെ എൻ്റെ അമ്മയുണ്ട്, വലിയേട്ടനുണ്ട്, കുഞ്ഞേട്ടനുണ്ട്, പിന്നെ അപ്പച്ചി അമ്മയും കാവരി അച്ഛനും ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ നീ ഓർക്കുന്നില്ലല്ലേ? ഇല്ല. ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. എല്ലാം ഇതുപോലെ വരട്ടെ. കുട്ടിമണി, ഞാനിപ്പോ വരാം. ഒന്ന് നിൽക്കൂ. നിങ്ങളങ്ങനെ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല. രവിസാറിന് നിങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടാവാം, പക്ഷേ എനിക്ക് വേണ്ട കുട്ടിമണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതേ കുട്ടിമണി തന്നെ അവള്. മനസ്സിന് ചെറിയൊരു താളം തെറ്റൽ. സ്നേഹിച്ച പെണ്ണിന് ഒരു രോഗം വന്നാ നിങ്ങൾ അവളെ പിന്നെ സ്വീകരിക്കില്ലേ? അതോ കളഞ്ഞിട്ട് വേറെ കാമുകിയെ തേടി പോവോ? മറ്റേതെങ്കിലും രോഗമായിരുന്നു അവൾക്കെങ്കിൽ ഞാൻ എൻ്റെ കൈവെള്ളയിലെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേരെ. പക്ഷേ
ഇത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ അറിയാത്ത എന്റെ കുട്ടിമണി, ആ മുറി കിടക്കുന്നവള് എന്റെ ആരുമല്ല. നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രവി സാറിന്റെ ഒപ്പം നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവളെ സ്വന്തമാക്കാൻ പറ്റും. കൈവിട്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചിട്ട് രവി സാറിനെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് കുട്ടിമണിയെ കൈവിടാനാവില്ലെന്ന്. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. മാസങ്ങളായി ഞാൻ കടന്നു പോകുന്ന ദുരിതമാ ഇന്നൊരു നേരം നീ അനുഭവിച്ചത്. അത് ആസ്വദിച്ചല്ലോ. സമാധാനമായോ നിനക്ക്? സമാധാനായില്ല രാഹുലൻ ബായ്. ആകണമെങ്കിൽ കുട്ടിമണി പെങ്ങള് മനസ്സിജം ബായിയെ തിരിച്ചറിയണം. ഇനി ഒരു തിരിച്ചറിവും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നെ അറിയാത്ത കുട്ടിമണി ഒരിക്കലും ഭർത്താവിനെ തിരിച്ചറിയാനും പോകുന്നില്ല. വെല്ലുവിളിക്കേണ്ട രാഹുല, എനിക്ക് നിന്നോട് ശത്രുതയൊന്നുമില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നിസ്സഹായനായി നിൽക്കുന്ന നിന്റെ മുമ്പിൽ ഞാനത് ഉപേക്ഷിക്കുക. വിജയിച്ചു എന്നുള്ള അമിതമായിട്ടുള്ള അഹങ്കാരം നിങ്ങൾക്ക്. നിങ്ങളുടെ ആവേശത്തിന്റെ നെറുകയിൽ ഒരു കൊട്ടുതരാൻ ഞാൻ വിചാരിച്ച ഇപ്പൊ കഴിയും. അത് മറക്കണ്ട നിങ്ങൾ. നീ എന്തു ചെയ്യും? എന്റെ കുട്ടുവിന്റെ ഉപബോധ മനസ്സിൽ നിന്ന് നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ പൊടിതട്ടിയെടുക്കാൻ നിനക്ക് കഴിയുമോ? അതെനിക്കറിയില്ല. പക്ഷേ അവൾ എന്നെ തിരിച്ചറിയാത്തതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത്. അകത്ത് കിടക്കുന്നത് എൻ്റെ കുട്ടിമണിയോ നിങ്ങളുടെ കുട്ടുവോ അല്ല. അവളിപ്പോ മൂന്നാമതൊരു കുട്ടിമണിയാണ്. ആ മൂന്നാമത്തെ കുട്ടിമണിയെ സ്വന്തമാക്കണമെന്ന് ഞാൻ തീരുമാനിച്ച സ്വന്തമാക്കിയിരിക്കും. എടാ, നിന്റെ വിചാരം എന്താ? നീ റോമിയോ ആണെന്നോ? ഏത് പെണ്ണും നിന്നെ മോഹിച്ച് നിന്റെ പിന്നാലെ വരുമെന്നോ? എല്ലാ പെണ്ണുങ്ങളും വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കുട്ടിമണി വരും. അതിനുള്ള വഴി എനിക്കറിയാം. ചൂടായിട്ട് കാര്യമൊന്നുമില്ല. സത്യമാണ് ഞാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ അതൊന്നും കാണട്ടെ. ഇവൻ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ മനസ്സിജമ്പായി. ശരി, ഒരുപാട് ടെൻഷനോടെ ഞാനിവിടെ വന്ന് കയറിയത്. കുട്ടിമണിയുടെ അവസ്ഥ കണ്ടതോടെ വിഷമവുമായി. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ എന്നേക്കുമായി കുട്ടിമണിയുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാൻ തീരുമാനിച്ച നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് വാശിയാ. ഇനി ഞാൻ പിന്നോട്ടില്ല. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ കുട്ടിമണിയെ ഞാൻ സ്വന്തമാക്കും. അവളുടെ കൈപിടിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നിങ്ങൾ കാണും. നടക്കില്ല രാഹുല. എന്റെ കുട്ടു എന്നെയും ഞങ്ങളുടെ മോളെയും തിരിച്ചറിയും. ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് ഞങ്ങളാടാ. നമുക്ക് കാണാം. പിച്ചളെ, ഡയൽ ഡോക്ടർ ഒന്നുകൂടെ വിളിക്ക്. ഇതിനൊരു തീരുമാനം ഇപ്പം തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. വിളിക്ക്. ഹലോ രാഹുല, പറയൂ. ഞാൻ ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നത്. കുട്ടിമണിക്ക് എന്നെ മനസ്സിലായില്ല. പിന്നെ ആ മനസ്സജൻ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. കുട്ടിമണിക്ക് എന്നെ മനസ്സിലായില്ല എന്നറിഞ്ഞതോടെ അയാൾക്ക് സന്തോഷമായി. അവന്റെ സന്തോഷത്തിന് ഈയാമ്പാറ്റയുടെ ആയുസ് ഉള്ളൂ രാഹുല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ? യാത്രാക്ഷീണം തീർത്ത് റെസ്റ്റ് എടുക്കുക. കുട്ടിമണിയുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഞാനെടുക്കാം. എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? പറയാം. ഞാൻ നിന്നെ വിളിക്കാം. എന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം. ആ ശരി കുഞ്ഞേട്ടാ. ശരി. ഇല്ല മാഡം, കോടതിയിലേക്ക് ഞാൻ വരുന്നില്ല. റിസൾട്ട് എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ. നാളെ വിധി വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ എനിക്ക് കൈമാറിയാൽ മതി. ശരി മാഡം. മുംതാസ് മാഡത്തെ വിളിച്ചതാ. സീതയുടെ മുമ്പിൽ വലിയ ആവേശം കാണിക്കാതെ വേണം കൈകാര്യം ചെയ്യാൻ. വിധി വന്നാൽ കുഞ്ഞിനെ കിട്ടാൻ 2 ദിവസമെങ്കിലും താമസിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായി ചെന്ന് മോനെ കാണാം, അല്ലേ ബാല? അയ്യോ, എനിക്ക് കുട്ടാപ്പൂനെ കാണാൻ കൊതിയായി. പെട്ടെന്ന് ഇങ്ങ് വന്നാ മതിയായിരുന്നു. ആർക്കാ അവനെ കാണാൻ കൊതിയില്ലാത്തത്? എന്റെയും സുഭദ്രയുടെയും പ്രാർത്ഥനകളിൽ പോലും ഇപ്പൊ കുട്ടാപ്പും കുട്ടിമണിയും മാത്രമേ ഉള്ളൂ. കുട്ടിമണിയുടെ കാര്യത്തിലും ഉടനെ മാറ്റം ഉണ്ടാവും. അവള് വയലോരം വീട്ടിനെ കുറിച്ചും നമ്മളെക്കുറിച്ചും ഒക്കെ ചോദിച്ചെന്നാ സിജൻ പറഞ്ഞത്. സിജനെയും കുഞ്ഞുമണിയെ അവൾ ഓർമ്മിക്കാത്തത്. എടാ, നമുക്കെല്ലാവർക്കും കൂടി ആശുപത്രിയിൽ പോയി അവളെ കണ്ടാലോ? കാണണം. പക്ഷേ എല്ലാം ശരിയായിട്ട് വിളിക്കാന്നാ സിജൻ പറഞ്ഞത്. മതികളെ എന്തോ പൊല്ലാപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടത്രേ. അവൾ എന്ത് പൊല്ലാപ്പുണ്ടാക്കാനാ? കൂടുതൽ വെള്ളച്ചിലെടുത്തോണ്ട് വന്നാലേ ചവിട്ടിക്കറി അടുപ്പിലിടണം.
ബാലേട്ട ഒന്നും കൊണ്ട് പേടിക്കണ്ട. എന്നെ അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തന്നാ മതി. പറപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇന്നൊരു ദിവസം കൂടി എനിക്ക് കാത്തിരിക്കാൻ പറ്റൂ. സിജൻ സമ്മതിച്ചില്ലെങ്കിലും നാളെ ഞാൻ കുട്ടിമണിയെ കാണാൻ ആശുപത്രിയിൽ പോകും. മതികല കൂടുതൽ നാടകം കളിച്ചാൽ എൻ്റെ പെങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അത്ര തന്നെ. ഈ വീടും നമ്മളെയൊക്കെ കാണുമ്പോൾ അവൾക്ക് കുഞ്ഞുമണിയും മനസ്സിനെയും ഓർമ്മ വരും. നിങ്ങൾ കണ്ടോ? അയ്യോ, അങ്ങനെ ഓർമ്മ വന്നാ സീതയ്ക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ? നാളെ വിധി വരുന്നതോടെ കുട്ടാപ്പൂന്റെ മാതൃത്വം അവളും അംഗീകരിക്കും. അംഗീകരിച്ചേ പറ്റൂ. അവളെ അനുനയിപ്പിക്കാനല്ലേ അരുന്ധതി നമ്മൾ ഇവിടെ നിൽക്കുന്നേ. വിധി വരുമ്പോ എന്റെ അമ്മയും കൂടി ഉള്ളതാവും ഇവിടെ നല്ലത്. നാത്തൂനില്ലെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആ ശകുന്തളയും വരട്ടെ വനിച്ചേ. ഇന്നലെ മിന്നായം പോലൊന്നും കണ്ടതേ ഉള്ളൂ. ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. മോള് ബാലന്റെ ഫോണ് വാങ്ങി അമ്മയൊന്ന് വിളിക്കേ. നാളെ ഇങ്ങോട്ട് വരാൻ പറ. വേണ്ടപ്പെട്ടവരെല്ലാം സീതയോട് സംസാരിക്കുന്നതാവും ബുദ്ധി. ഫോൺ തരൂ ബാലേട്ടാ. ചിലപ്പോ നാളെ നകുലിന്റെ വക പടപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അവരിവിടെ ഉണ്ടാവുന്നതാ നല്ലത്. അപ്പച്ചിമ്മയുടെ കുഞ്ഞിനെ ഉറക്കുക. കുറെ ദിവസം പകലിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ലാളിക്കാൻ പറ്റിയിട്ടില്ല. അച്ഛാ, ഞാനാ. ഫോൺ അമ്മയ്ക്കൊന്ന് കൊടുക്കാവോ? ഫോൺ എനിക്കും കൂടി ഒന്ന് തരണേ മോളെ. തരാമായി. ആ അമ്മേ, ഞാനാ. നാളെ നമ്മുടെ കുട്ടാപ്പ് വരും. നമ്മുടെ കുട്ടാപ്പോ? ആ അലവരാതി കൊച്ചെങ്ങനായിട്ട് നമ്മുടെ ആകുന്നത്? ഇവിടെ എല്ലാരും വലിയ സന്തോഷത്തിലാ അമ്മേ. ഓ, എല്ലാവരും സന്തോഷത്തിലാണെങ്കിലേ നമുക്കെന്താ? നമുക്ക് വേണ്ടത് കുഞ്ഞുമണിയെ. അമ്മായി എന്റെ അടുത്ത് തന്നെയുണ്ട്. ഓ, അതാണോ നിന്റെ സന്തോഷത്തിന്റെ കാരണം? അഭിനയമാണല്ലേ? അതെ അമ്മേ. നാളെ വിധി വരുമ്പോ സീതേച്ചിയെ സമാധാനിപ്പിക്കാനായി അമ്മ ഇവിടെ വേണം. ബാലേട്ടന്റെ പ്രത്യേക ആഗ്രഹ. നാളെ കാലത്ത് തന്നെ ഞാനങ്ങെത്തും. സീതയെ സമാധാനിപ്പിക്കാനല്ല, എരുതിയിൽ മണ്ണെണ്ണ ഒഴിക്കും. ഞാൻ ഫോൺ അമ്മായിക്ക് കൊടുക്കാവേ. നാത്തൂനെ, വല്യണ്ണന് സുഖം തന്നെയല്ലേ? അങ്ങേർക്ക് അവിടെ സുഖത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ ഫോൺ കൊടുക്കാം, നേരിട്ടങ്ങ് സംസാരിച്ചു. ശരി, കൊടുക്ക. ആ, ഹലോ ഹലോ. കട്ടായി മോളെ. ഇനി വല്യണ്ണൻ ദേഷ്യപ്പെട്ട് കട്ട് ചെയ്താവോ? പിന്നല്ലാതെ. അമ്മായി ഇവിടെ നിൽക്കുന്നതേ അച്ഛൻ തീരെ പിടിച്ചില്ലെന്ന് അമ്മ പറഞ്ഞായിരുന്നു. തിരിച്ചു പോകുന്നതാവും നല്ലത്. എന്തിനും ഞാനിവിടെ ഉണ്ടല്ലോ. പോരാത്തേന് നാളെ അമ്മയും വരും. ഏറ്റില്ല. ആ, വഴിയുണ്ടാക്കാം. മനസ്സുജമ്പായി, രഞ്ജിനി പെങ്ങളെ ഫോണിൽ കിട്ടി. അത്യാവശ്യമായിട്ട് ഡൽഹി വരെ പോകേണ്ടി വന്നു എന്നാ പറഞ്ഞത്. നാളെ ശിവ വരുന്നതിന്റെ മുന്നേ എന്തായാലും രഞ്ജിനി പെങ്ങള് തിരിച്ചു വരില്ല. വേറെ എന്താ ചെയ്യ? എനിക്കൊന്നിനും വയ്യ പിച്ചളെ. ഇങ്ങനെയല്ലല്ലോ ബായി രാവിലെ പറഞ്ഞത്. രഞ്ജിനി പെങ്ങളുടെ റെക്കോർഡ് ചെയ്ത ശബ്ദം കിട്ടിയാ എന്തോ പണിയൊപ്പിക്കാന്ന് പറഞ്ഞല്ലേ. അതൊക്കെ ആ രാഹുലൻ വരുന്നതിന് മുമ്പല്ലേ. ഇനി ഞാൻ ഒന്നിനുമില്ല. അങ്ങനെ ഞാൻ ബായിയെ വിടില്ല. ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് മതികലയും ശിവയും കൂടെ. അവരെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ബായ് പറ, രഞ്ജിനി പെങ്ങളെ എന്തൊക്കെയാ നമുക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചേരുണ്ട്? പിച്ചളെ, അത് ഞാൻ പറയട്ടെ എന്താണെന്ന്. രവിയേട്ട, രവിയേട്ട, കാണാത്ത ഭാവം നടിച്ച് പോവാണല്ലേ രവിയേട്ടൻ? നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. പിന്നെ എന്തിനാ കണ്ടഭാവം നടിക്കുന്നത്? രാഹുലിന് ഇവിടെ നിന്ന് പോയതിന് പിന്നാലുള്ള രവിയേട്ടന്റെ വരവ് അത്ര നല്ല സൂചനയല്ലേ എനിക്ക് തരുന്നത്. എന്റെ പെങ്ങളെ നോക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് ഒരാളെ നിർത്തിയിട്ടാ ഞാൻ ഇവിടുന്ന് പോയത്. അയാൾ ജോലി നിർവഹിക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ വന്നത്. ആ കുട്ടി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ പോലും പുറത്തായത്. രാഹുലിനെയും അവൾ ഇവിടെ നിർത്തിയില്ല. രാഹുലിന്റെ കാര്യം നീ വിട്ടേക്ക് സിജ. എന്റെ എതിർപ്പ് നിന്നോട് മാത്രമേ ഉള്ളൂ. ഈ ആശുപത്രി പരിസരത്ത് പോലും നീ നിൽക്കുന്നത് നീതു കൃഷ്ണ എന്ന എന്റെ സ്റ്റാഫിന്റെ പരാജയമാ. ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടാ. കുട്ടിമണി പെങ്ങൾക്ക് ഓർമ്മ പൂർണ്ണമായി തിരിച്ചു കിട്ടുമ്പം ആദ്യം അന്വേഷിക്കണത് മനസ്സുജമ്പായി ആവില്ല. അങ്ങനെ ഓർമ്മ തിരിച്ചു കിട്ടി ഇവനെ അന്വേഷിക്കുകയാണെങ്കിൽ ആ വിവരത്തിന് ഞാനൊരു കത്തയക്കാം. അപ്പ വന്നാ മതി ഇവൻ. ഇനി കണ്ടുപോകരുതെന്ന് കുട്ടിമണി പറഞ്ഞിട്ടും പിന്നെയും താങ്ങി തൂങ്ങി നിൽക്കാൻ നാണമില്ലേ സിജ? കുട്ടിമണിയുടെ കാര്യം ഇനി ഞാൻ തീരുമാനിക്കും. നിന്റെ കാര്യം കുട്ടിമണിയും.
നീ ചെയ്യാനുള്ളത് ചെയ്യ് സിജ. രവിയേട്ടൻ എന്താ ബായി ഇങ്ങനെ? ഇതാ പുതിയ രവിയേട്ടൻ. ഇനി ഇങ്ങനെയാക്കിയത് ഞാനും. അക്ഷരങ്ങൾ ക്ലിയർ ആക്കി ഉച്ചാരണങ്ങൾ സ്പഷ്ടമാക്കുന്ന ചികിത്സയാണ് സ്പീച്ച് തെറാപ്പി. കുട്ടിമണി പോലും അറിയാതെ ഞാനും ഡോക്ടറാ ഒക്കെ നടത്തുന്നത്. ഡോക്ടറെ വേറെന്തോ പറഞ്ഞല്ലോ, ബിഹേവിയർ തെറാപ്പി. അത് നമ്മുടെ ശരീരഭാഷ നേരെയാക്കാൻ വേണ്ടിയാ. ആണോ? അതേന്ന്. കുഞ്ഞേട്ടൻ, കൺഗ്രാറ്റ്സ് നീതു. സിജനെ താൻ അകറ്റിയല്ലേ, അതിനായി ഷേക്ക് ഹാൻഡ്. രാഹുലിനോടും ഇത്തിരി ഹാഷായിട്ട് പെരുമാറേണ്ടി വന്നു. കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അവന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ തിരിച്ചു വന്നോളൂ. വീണ്ടും വരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞേട്ടാ, ശരിക്കും ആരായി മനസ്സിജനൻ രാഹുലനും ഒക്കെ? നീ അതേക്കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. രാഹുലിനെ നീ കണ്ടല്ലോ, അവനെ നിനക്ക് ഇഷ്ടായോ? എന്ന് ചോദിച്ച മനുഷ്യനെന്ന് പറയുന്ന ആളെ സങ്കടപ്പെടുന്ന എന്തിനാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? I can solve the problems. I know. I am trusting you. കുട്ടിമണി, നീ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട മോളെ. ഒന്നും പേടിക്കണ്ട. ഇപ്പോഴത്തേത് സത്യത്തിൽ നിന്റെ 3-ാം ജന്മമാണ്. വയലോരം വീട്ടിൽ കുഞ്ഞേട്ടനും വല്യേട്ടനും ഒപ്പം വളർന്ന കുട്ടിമണി. നിന്റെ എല്ലാം ഈ കുഞ്ഞേട്ടനല്ലേ മോളെ. നിനക്ക് ദോഷം വരുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഈ 3-ാം ജന്മത്തിൽ രാഹുലിനെ നിനക്ക് വേണോ വേണ്ടയോ അത് മാത്രം തീരുമാനിച്ചാൽ മതി. ബാക്കി ഡിസിഷൻസ് എല്ലാം രവി സാർ എടുത്തോളൂ. മറ്റാരും പറയുന്നത് കുട്ടിമണി കേൾക്കണ്ട. നീ നിന്റേതായ രീതിയിൽ മാത്രം ചിന്തിച്ചോളൂ. രാഹുലിനെ വല്യേട്ടനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണോ? She believes that her mother is still alive. I know. We should change her. Yes. രവിയേട്ടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഈ മുറിയിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധമാണ് രവിയേട്ടാ ഞങ്ങൾ തമ്മിലുള്ളത്. ഇവളെൻ്റെ ഭാര്യയാണെന്നും കുഞ്ഞുമണി ഞങ്ങളുടെ മകളാണെന്നുള്ള സത്യം നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കുട്ടൂരിന് ചില പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കൂടി ഇവിടെ തിരിച്ചറിയാനുണ്ട്. എങ്കിലും ഇവള് പോലും അറിയാതെ മാറി നിന്ന് കാണാനെങ്കിലും എനിക്ക് അവകാശമുണ്ട്. അത് നിഷേധിക്കരുത് രവിയേട്ടാ. നിഷേധിക്കും. ഇവളെയും കുഞ്ഞുമണിയും മുമ്പിൽ നിർത്തി കളിച്ച് വീണ്ടും ഞങ്ങളുടെ കുടുംബത്തെ അപകടത്തിലേക്ക് തള്ളിയിടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. കുഞ്ഞേട്ടാ, ആരാ ഈ കുഞ്ഞുമണി? കുട്ടു, കുഞ്ഞുമണി നമ്മുടെ മോളാ. നീ എന്നോട് സംസാരിക്കുക സിജ. ഓർമ്മയില്ലാതെ ഈ കുട്ടിമണിയെ പഴങ്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ എന്റെ മുഖത്ത് നോക്കി സംസാരിക്ക്. ഇത് കഷ്ടമാ രവിയേട്ടാ. എങ്കിലൊരു കാര്യം ചെയ്യും. കുഞ്ഞുമണി ആരാണെന്നുള്ള ചോദ്യത്തിന് രവിയേട്ടന് ഇവക്ക് ഉത്തരം നൽകുക. അവക്ക് ഞാൻ മറുപടി കൊടുത്തോളാം. അതിനു മുമ്പ് നീ പറ, എന്നോട് ചെയ്ത പാതകങ്ങളെക്കുറിച്ച് സൗകര്യപൂർവ്വം നീ മറക്കുന്ന ഭൂതകാലം കുട്ടിമണിയുടെ മുമ്പിൽ വെച്ച് നീ പറ. കുഞ്ഞേട്ടാ, ഈ നിസ്സഹായ അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ച് രവിയേട്ടൻ പ്രതികാരം ചെയ്യുകയാണല്ലേ? പ്രതികാരോ? എന്തു പ്രതികാരം? കുട്ടിമണിയെ ബാലേട്ടനും ഞാനും വളർത്തിയത് ഈ അവസ്ഥയിലായിരുന്നില്ലല്ലോ. ഇവൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ഉത്തരവാദി ആരാ? മതികലയുടെ പിണിയാളല്ലായിരുന്നോ നീ? നിന്റെ കൂട്ടുകാരനല്ലായിരുന്നോ ശിവ? എന്റെ ഇവളുടെയൊക്കെ ജീവിതം തകർത്തതേ മതികലയും ശിവയും ഒക്കെ അല്ലേ? അതിൽ നിനക്കും ഉത്തരവാദിത്വമില്ലെന്ന് ചങ്കിലി കൈവച്ച് പറയാൻ പറ്റുമോ സിജ? ഇതൊന്നും ഇവിടെ വെച്ച് സംസാരിക്കേണ്ട വിഷയമല്ല രവിയേട്ടാ. എൻ്റെ പഴയ തെറ്റുകൾ തിരുത്താൻ ഒരു ദിവസത്തെ സാവകാശം എനിക്ക് വേണം. നാളെ രാത്രി 8 മണി വരെ. അതിനുള്ളിൽ എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കും. ഒരു പരിഹാരവും നിനക്കുണ്ടാക്കാൻ പറ്റത്തില്ല. വയലോരം വീടിന്റെ നഷ്ടങ്ങൾ എന്നും നഷ്ടം തന്നെയാ.
എങ്കിലും ഒരു ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരാം. ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾക്കും ദൈവം കാണിച്ചു തന്ന സത്യങ്ങൾക്കും അപ്പുറം നിനക്കെന്താ തെളിയിക്കാനുള്ളതെന്ന് ഞാൻ കാണട്ടെ. ശരി കുട്ടു, നിന്നോട് എനിക്കുള്ള മനസ്സ് നിറഞ്ഞ സ്നേഹം സത്യമാണെങ്കിൽ നാളെ രാത്രിയോടെ എല്ലാം ശരിയാവും. എല്ലാരും വരുന്നത് എല്ലാം ശരിയാവൂന്നും പറഞ്ഞ ഒന്നും ശരിയാവില്ലെന്ന് നമുക്കറിഞ്ഞൂടെ? ഞാൻ വിളിക്കാം രഞ്ജിനി പെങ്ങളെ. ഇന്ന് രാവിലെ ബായി എന്നോട് പറഞ്ഞ പ്ലാനാ ഞാനിപ്പ പറഞ്ഞത്. രാത്രി ഞാൻ ഒന്നുകൂടി വിളിക്കാം. പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ. പിച്ചളെ, ആരാ വിളിച്ചത് പിച്ചളെ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അല്ല, രവിയേട്ടനെ കണ്ടിട്ട് എന്തായി? രവിയേട്ടൻ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറല്ല. കാല് പിടിച്ച് എൻ്റെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാൻ ഒരു ദിവസം കൂടി തന്നിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് എന്ത് നടക്കാനാ ബായി? കുട്ടിമണി പെങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമോ? ഞാൻ ഒരു ദിവസം സമയം ചോദിച്ചത് അതിനു വേണ്ടിയല്ല പിച്ചളെ. നാളെ രാത്രി 8 മണിക്ക് വയലോരം വീട്ടിൽ ചിലതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. ശിവയുടെയും മതികലയുടെയും സകല കള്ളത്തരങ്ങളും അതിൽ പുറത്തു വരണം. വയലോരം വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ സിജൻ നിലകൊണ്ടതെന്ന് അതിലൂടെ എല്ലാവർക്കും ബോധ്യപ്പെടണം. അതിനുവേണ്ടിയാ ഒരു ദിവസത്തെ സാവകാശം. ഇതാണോ കാര്യം? നമുക്ക് തകർക്കാൻ ബായി. രഞ്ജിനി പെങ്ങൾ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ബായി വിശദമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഫോണ് വഴിയുള്ള എന്ത് സഹായത്തിനും ആ കുട്ടി റെഡിയാ. എങ്കിൽ നമുക്ക് തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറാൻ പിച്ചളെ. എന്നിട്ടൊരു തിരക്കഥ തയ്യാറാക്കിയിട്ട് സംഭാഷണം തീരുമാനിക്കാം. ഇനി അങ്ങോട്ട് ഒരു ജീവൻ മരണ പോരാട്ടം ആപ്പിച്ചളെ. വാ ബായ്, നമുക്ക് അഗ്രഹാരത്തിലേക്ക് പോകാം. ഒരിടത്ത് ഭർത്താവ്, മറ്റൊരിടത്ത് കാമുകൻ, ഇതിനിടയിൽ ഓർമ്മ നഷ്ടപ്പെട്ട പെണ്ണ്. ഭർത്താവ്, കാമുകൻ, പെണ്ണ്. സംഗതി കുളമാക്കാൻ 4മതൊരാൾ വേണം. റേറ്റിംഗ് കൂടി റേറ്റിംഗ് മിഷനൊക്കെ അങ്ങ് തകർന്നു പോവൂ. കുഞ്ഞേട്ടൻ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി കേട്ടോ. കുഞ്ഞേട്ടൻ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ മനുഷ്യനെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല. പക്ഷെ ആരേ കുഞ്ഞുമണി? പറ കുഞ്ഞേട്ടാ. കുഞ്ഞേട്ടൻ പറഞ്ഞാലേ ഞാൻ വിശ്വസിച്ചുള്ളൂ. കുഞ്ഞുമണി, കുഞ്ഞുമണി അവള് നമ്മുടെ വല്യേട്ടന്റെ മോളാ. നിനക്ക് വലിയ ഇഷ്ടമായിരുന്നു അവളെ. വല്യേട്ടന്റെ മോളോ കുഞ്ഞുമണി? അതെ. എനിക്കെല്ലാരും കാണണം കുഞ്ഞേട്ടാ. നമുക്ക് വയലോരം വീട്ടിലേക്ക് പോവാം. എന്തിനാ ഇനി ആശുപത്രി കിടക്കുന്നേ? നമുക്ക് പോകാം മോളെ. എല്ലാം ഒന്നുകൂടി കലങ്ങി തെളിയാനുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടറോട് സംസാരിച്ചിട്ട് നിന്നെ ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാം. ഞാൻ ഇറങ്ങാം. നാളെ വരാം. ടേക്ക് കെയർ നീതു. കുട്ടിമണി വാ, പോവാം. വാ മോളെ, പോവാം. വാ. കുട്ടിമണി, എന്താ ഇങ്ങനെ കിടന്നാ ശരിയാവില്ല കുട്ടിമണി. ജീവിതത്തിന്റെ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണ്ടേ? വാ, എഴുന്നേക്ക്. ഇന്നലെ രാത്രി കഴിച്ച മരുന്നിന്റെ കയ്പ് ഇപ്പയും ഉണ്ട്. അതാകെ ഒരു മന്ദത. അതൊക്കെ ഇപ്പൊ മാറും കുട്ടിമണി. എഴുന്നേക്ക്. നമുക്ക് രാവിലെ അല്പം നടക്കാം. ഡോക്ടർ പറഞ്ഞതാ ചികിത്സയ്ക്കൊപ്പം കുറച്ച് സൂര്യപ്രകാശവും കൊള്ളണോന്ന്. വാ, എഴുന്നേക്ക്. എഴുന്നേക്ക് കുട്ടിമണി.
വാ. ഉം. ഉഫ്. ഹ്. ഉം. ഉം. നല്ല പോലെ നടക്ക് കുട്ടിമണി. കാലൊക്കെ വേദനിക്കുന്നു. അയ്യോ കുട്ടിമണി അങ്ങോട്ട് പോണ്ട. എന്തിനാ ചേച്ചി കരയുന്നേ? കുട്ടിമണി വേണ്ട, അവരുപദ്രവിക്കും. കരയണ്ട അവരെ വിട്ടേക്ക് കുട്ടിമണി. ചേച്ചി കരയണ്ട കേട്ടോ. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക് മോളെ. ചേച്ചിക്ക് എന്നതാ പറ്റിയേ? ആരെങ്കിലും മയക്ക് പറഞ്ഞോ? ചേച്ചിക്ക് ഒരു അസുഖവും ഇല്ലേ? എല്ലാം ശരിയാകും കേട്ടോ. ശരിയാ മോളെ, എനിക്ക് ഒരു അസുഖവും ഇല്ല. പിന്നെന്തിനാ ചേച്ചി ഇവിടെ വന്ന് താമസിക്കുന്നേ? അസുഖമില്ല പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ? എനിക്ക് പോകാൻ ഒരിടവും ഇല്ല മോളെ. ഒരിക്കൽ ഇവിടെ വന്നാ പിന്നെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. രോഗം ഭേദമായാലും ഏറ്റെടുക്കാൻ ആരും വരില്ല. ഇവര് പറയുന്നതൊന്നും വിശ്വസിക്കണ്ട. നമ്മൾ കാണുന്നതല്ലേ ഇവരിവിടെ കാണിക്കുന്നതൊക്കെ. ശരിയാ, ഞാനിവിടെ കാണിക്കുന്നതല്ല എന്റെ നിവർത്തികേട് കൊണ്ടാ. പൂർണ്ണമായും ഭേദമായ ഒരാളെ ഇവിടെ താമസിപ്പിക്കില്ല. മറ്റാരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയില് ഇതാ എന്റെ വീട്. ഇവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് അഭിനയം കൂടിയേ തീരൂ. ചേച്ചിയുടെ വീട്ടുകാരെ ഞാൻ പോയി കാണാം. എന്നിട്ട് അവരോട് പറയാം ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. ആരും വിശ്വസിക്കില്ല മോളെ. അവര് വിശ്വസിക്കാൻ തയ്യാറാകില്ല. അവരുടെ മനസ്സിനാ രോഗം, എന്റെ ശരീരത്തിനല്ല. ചേച്ചി വിഷമിക്കണ്ടേ, ഞാൻ വീട്ടിൽ പോകുമ്പോ ചേച്ചിയെ കൂടെ കൊണ്ടുപോവാ. ഇപ്പൊ മോക്കൊന്നും മനസ്സിലാവില്ല. സമതിനെ ഒരിക്കൽ കൈവിട്ടു പോയാൽ പിന്നെ ആർക്കും മനസ്സിലാവില്ല നമ്മൾ പറയുന്ന ഒന്നും. എന്റെ ഭർത്താവിനും മക്കൾക്കും ഒന്നും മനസ്സിലായില്ല, പിന്നെയാ നിങ്ങൾക്ക്. സാരമില്ല മോൾ, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്ക്. ഇവിടെ അധികം നിക്കണ്ട. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ ചേച്ചിയെ കൊണ്ടുപോവാന്ന്. വേണ്ട മക്കളെ, നിന്റെ നല്ല മനസ്സ് കാണാതെ അല്ല ഞാൻ പറയുന്നത്. ഇവിടെ വരുന്നവരെല്ലാം നല്ലവരാ. ഇവരെ പോലുള്ള നല്ല മനസ്സുള്ളവര് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാ അവർക്ക് ചികിത്സ വേണ്ടി വരുന്നത്. എന്നെ കൊണ്ടുപോവാൻ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയില് ഞാനിവിടെ ഉണ്ടാവും. ചേച്ചിയുടെ ഭർത്താവിനെയും മക്കളെയും ഞാൻ പോയി കാണാം. എന്നിട്ട് അവരോട് പറയാം ചേച്ചിക്ക് ഒരു അസുഖവും ഇല്ലാന്ന്. അതൊന്നും വേണ്ട മോളെ, ഞാനിവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ. വാ കുട്ടിമണി, നമുക്ക് പോവാം. പൊയ്ക്കോ മോളെ, ഞാനിവിടെ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അയ്യോ അമ്മ, 100 രൂപയുണ്ട് വെച്ച്. അമ്മേ. അയ്യോ അമ്മ പോവല്ലേ. കൃത്യസമയത്ത് അമ്മ വന്നത്. ഇന്നിവിടെ അമ്മ ജഗ പുകയാക്കും. വിധി വരുന്നതിന് മുമ്പ് തന്നെ കുട്ടിമണി എങ്ങോട്ട് കൊണ്ടുവരണോന്ന് ബാലേട്ടനോട് അപ്പച്ചമ്മ പറഞ്ഞു. അവരെല്ലാരും കൂടി ആശുപത്രിയിലേക്ക് പോവാൻ ഒരുങ്ങുക. അയ്യോടി, സീത സമ്മതിച്ചോ? കുട്ടിമണി വന്ന കുഞ്ഞുമണിയുടെ കാര്യം പ്രശ്നമാവില്ലേ? അവള് കൈവിട്ടു പോയാലോ? അത് തന്നെയായിരുന്നു എന്റെ പേടി. ഇനിയിപ്പൊ അമ്മ വന്നല്ലോ. ഇപ്പൊ തന്നെ ഈ വിവരം സൂത്രത്തിൽ സീതയെ അറിയിച്ചേക്കാം. അവള് വഴക്കുണ്ടാക്കിക്കോളും. പക്ഷെ അപ്പച്ചി അമ്മ സീതേച്ചിയുടെ അടുത്തുനിന്ന് മാറുന്നില്ല. എനിക്ക് തോന്നുന്നത് ബാലേട്ടൻ സീതേച്ചിയെ കൈകാര്യം ചെയ്യുന്ന ജോലി അപ്പച്ചി അമ്മ ഏൽപ്പിച്ചു. എങ്കിയൊക്കെ പൊളിച്ചടുക്കിട്ട് തന്നെ വേറെ കാര്യം. കുഞ്ഞുമണി ആർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. നീ വാ മോളെ, വാ. അല്ല, നിങ്ങളിത് എവിടേക്കാ? ഞങ്ങൾ ഈ കുട്ടിമണിയെ വിളിച്ചോണ്ട് വരാൻ പോവുക. നല്ല നേരത്താ ശകുന്തള വന്നത്. അയ്യോ, ഞാനാണോ ശകുനം? എങ്കി ഇപ്പൊ പോകണ്ട അപ്പച്ചേമ്മ. എന്നെ ശകുനം കാണുന്നത് മോശമാണെന്ന് അങ്ങേര് പറയുന്നത്. അയ്യോ, അതിന് ശകുന്തള എങ്ങനെ ശകുനമാകും? നീ ഇങ്ങ് വരാന്തേ കയറിയില്ലേ? ഞങ്ങൾ പടിയിറങ്ങിയില്ലല്ലോ. എന്നാലും ഈ ശകുന്തളയുടെ ശകനപ്പുഴ കൊണ്ട് ഒരു നല്ല കാര്യം മുടങ്ങിയെന്ന് പിന്നെ പറഞ്ഞേക്കരുത്. ഇക്കാര്യത്തിൽ ഇനി ഒരു ശകുനം നോക്കേണ്ട ആവശ്യമില്ല. കുട്ടിമണി ആശുപത്രി കിടന്ന് ഞങ്ങളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി. ഇനി അവളെ കണ്ടേ പറ്റൂ. അല്ല, കാണണ്ടെന്നാരാ പറഞ്ഞത്? കുറച്ചു നേരം ഇരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പോകാമല്ലോ. ശകുന്തള എന്ന് വെറുതെ ഇരിക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. പറസിജ ബാലട്ടാ, ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്.
ചിലത് പ്രവർത്തിക്കാനും. സിജ, DNA ടെസ്റ്റിന്റെ വിധി വരുന്ന ഇന്നാ. ഇന്നോ? അതെ, ഇന്ന് തന്നെ. കുട്ടിമണി ആശുപത്രി വന്ന് കൂട്ടിക്കൊണ്ടു വരണമെന്നാ ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ബാലേട്ട, കുട്ടുവിനെ അവിടേക്ക് ഇന്ന് കൊണ്ടുപോകണ്ട. എന്ത് പറ്റി? എല്ലാം കൊണ്ടും ഒരു നല്ല ദിവസമല്ലേ ഇന്ന്. കുട്ടാപ്പ് ബാലേട്ടൻ്റെ സ്വന്തമാകുന്ന ദിവസം തന്നെയാണ് ഞാൻ സീതയെടുത്തിൻ്റെയും രവിയേട്ടൻ്റെയും തെറ്റിദ്ധാരണകൾ മാറ്റാൻ തിരഞ്ഞെടുത്തത്. എങ്ങനെയാ അവരുടെ ധാരണകൾ തിരുത്താൻ പറ്റുന്നത്? ഒക്കെ ഞാൻ വൈകുന്നേരം വിശദമായിട്ട് പറയാം. ബാലേട്ടൻ ഇന്ന് ആശുപത്രിയിലേക്ക് പോകണ്ട. ഒരു ദിവസം കൂടി എനിക്ക് താ ബാലേട്ട. ശരി, ഇന്ന് കുട്ടിമണി വിളിക്കാൻ പോകുന്നില്ല. എന്തിനാ പോക്ക് മാറ്റി വെക്കുന്നത്? വൈകുന്നേരം അപ്പച്ചിയപ്പനും അപ്പച്ചിയമ്മയും സീതയെടുത്തിയും വയലൊരുത്തുണ്ടാവണം. എല്ലാവരും ഉണ്ട് സിജ. പോരാത്തതിന് സീതയുടെ അമ്മ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തില. കൂടെ ഞാനും. ഞാൻ പറയുന്നത് ബാലേട്ടൻ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഇന്നവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. സീതയെടുത്തിൻ്റെ അമ്മയെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അവിടുന്ന് ഒഴിവാക്കണം. അതെന്തിനാ? വേണം. അതിൻ്റെ കാരണവും വൈകിട്ട് ഞാൻ പറയാം. ശരി. എന്താ മോനെ? പിച്ചളെ, കുറച്ച് സമയത്തേക്ക് നമ്മൾ രണ്ടാളും രണ്ട് വഴിക്ക് പിരിയോ. പറഞ്ഞതനുസരിച്ചുള്ള ജോലികൾ എല്ലാം തീർത്തു വയ്ക്കണം. ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ഇതിനിടയിൽ ആ രഞ്ജിനിയെ വിളിക്കാൻ മറക്കരുത്. ഒക്കെ ഓർമ്മണ്ട് ബായ്. ഉച്ചയാവുമ്പോഴേക്ക് ഓടിയ റെഡിയാക്കി തരാമെന്ന് രഞ്ജിനി പെങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാറിപ്പോൾ കിട്ടും. അത് റെഡിയായി വർക്ക്ഷോപ്പിൽ കിടക്കുന്നുണ്ട്. ചില്ലറ പണികളൊക്കെ 1 മണിക്കൂറിനകം തീരും. ഇത്തിരി ജോലി കൂടിയുണ്ട്. അത് തീർത്തിട്ട് ഞാൻ വിളിക്കാം. ഒന്നിനും ഒരു പിഴവും പറ്റരുത്. ഫോണിൽ സംസാരിക്കുമ്പോൾ മതികലയുടെയോ ശിവയുടെയോ പേര് പോലും സൂചിപ്പിക്കരുത്. വ്യക്തിപരമായ ഒരു കാര്യം നടക്കുന്ന മട്ടിലായിരിക്കണം സംസാരം. അതൊക്കെ ഓർമ്മണ്ട് ബായ്. ബായ് എവിടേക്കാ പോണത്? അംഗം കുറിച്ച് കഴിഞ്ഞില്ലേ? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കുട്ടുവിനൊന്ന് കാണണം. അവൾ എന്നെ തിരിച്ചറിയുന്നില്ലെങ്കിലും സാരമില്ല. നമ്മുടെ ഈ നീക്കത്തിൻ്റെ കാര്യം എനിക്ക് അവളോടൊന്ന് പറയണം. നീതു പ്രശ്നം ഉണ്ടാക്കില്ലേ മനസ്സിജമ്പായി. കുട്ടിമണി പെങ്ങളെ കാണാൻ അവള് സമ്മതിക്കോ? ഇന്നലത്തെ പോലെ അല്ല പിച്ചളെ. ലൈല ഡോക്ടർ ഇന്ന് ആശുപത്രിയിലുണ്ടാവും. ധൈര്യമായിട്ട് വരാനാ അവരെന്നോട് പറഞ്ഞത്. ഡോക്ടർ കളവരിക്ക് തന്ന എനിക്കെൻ്റെ കുട്ടുവിനെ കാണുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. ഇപ്പൊ സുഖം തോന്നുന്നുണ്ടോ കുട്ടിമണി? ശ്വാസം വലിച്ചു വിട്ടെ. കുട്ടിമണി, സംസാരിക്കുമ്പോ അല്പ ശ്രദ്ധ വേണം. നമുക്കെല്ലാം ശരിയാക്കാം. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കും പോലെ സംഭവിക്കണമെന്നില്ല. ശരിയാക്കാൻ നമ്മളും ശ്രമിക്കണം. നിരന്തരം പരിശ്രമിക്കുമ്പോ കുറെയൊക്കെ ശരിയാവും. അച്ഛ, അമ്മ, അപ്പച്ചമ്മ ഇവരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എല്ലാം ഒരു പുക പോലെ. പുകയെല്ലാം മാറും. കുറച്ചുകൂടി കഴിയട്ടെ. ഇനി കുട്ടിമണി പഴയ കുട്ടിമണിയല്ല. മാറണമെന്ന് കുട്ടിമണി തീരുമാനിക്കണം. ശക്തമായ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ വിചാരിക്കും പോലെ നടക്കും. എല്ലാ ഓർമ്മകളും നമുക്ക് തിരിച്ചു പിടിക്കാം. എനിക്ക് എന്തൊക്കെയോ മാറ്റം തോന്നുന്നു. പക്ഷെ എന്നെ കാണാൻ വരുന്ന അവരിൽ ആരാ ശരി, ആരാ തെറ്റ്, അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അധിക നേരമൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഇവിടുന്ന് പോകുമ്പോഴേക്കും എല്ലാം ശരിയാവും. കുട്ടിമണി മിടും മിടുക്കിയാവും. മുംതാസ് മാഡം വിളിച്ചില്ലേ? ഇല്ല, ഇതുവരെ വിളിച്ചില്ല. വിധി വന്നു. എന്താ കോടതിയുടെ തീരുമാനം? സീതയെ വിളിക്ക്. അവളെ വിളിക്കുന്നില്ല. നീ കാര്യം പറഞ്ഞാകില്ല. എത്ര നാൾ സീതയിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയും? ഏറിയാൽ 1 ദിവസം, അല്ലെങ്കിൽ 2. വിളിക്കവളെ. നീ പോകുന്നില്ല. മുംതാസ് മാഡത്തെ വിളിക്കാൻ എനിക്കറിയാം. ബാലേട്ടൻ ഡയൽ ചെയ്താ ആ നിമിഷം ഞാൻ അകത്ത് കയറി സീതയോട് പറയും. മോനെ, എന്താടാ, എന്താ പ്രശ്നം? DNA ടെസ്റ്റിന്റെ വിധി തൽക്കാലം സീതയിൽ നിന്ന് മറച്ചു വെക്കാനായി ഇവരുടെ തീരുമാനമെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ
ഞാൻ ഇത്രയും വിലക്ക് പ്രതീക്ഷിച്ചില്ല. ഓഹോ, അപ്പൊ നീ വിളിച്ചു പറഞ്ഞിട്ടാ ഇവന്റെ വരവല്ലേ? സ്നേഹം നടിച്ച് അടുത്തു കൂടിയിട്ട് ചതിക്കായിരുന്നു നിങ്ങളല്ലേ? അയ്യോ അല്ല, ഇനി അമ്മ ചതിച്ചെങ്കിൽ തന്നെ ഞാൻ വയലോരം വീടിന്റെ പക്ഷത്താ. ഇനി ആരും വയലോരം വീട്ടിനൊപ്പം നിന്ന് കഷ്ടപ്പെടണ്ട. നകുലം വന്ന സ്ഥിതിക്ക് എല്ലാവരും തുണി മണിയെടുത്തോണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. മോനെ, അമ്മയോടും കൂടിയാ പറഞ്ഞത്. എല്ലാവരും സഹായിച്ചിടത്തോളം മതി, എനിക്ക് തൃപ്തിയായി. ബാലേട്ടാ, ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്റെ അമ്മയും പെങ്ങളും അമ്മായി എന്റെ ഒപ്പം ഉണ്ടാവും. പക്ഷെ പോകുന്നതിന് മുമ്പ് എനിക്ക് സീതയെ കാണണം. മുമ്പൊരിക്കൽ വന്ന് നാണം കെട്ട് തിരിച്ചുപോയത് ഓർമ്മയുണ്ടല്ലോ? സീത ബാലന്റെ പെണ്ണ, വരും ജന്മങ്ങളിൽ പോലും. അതവള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ? സീത മാറും ബാലേട്ടാ. കോടതി വിധിക്ക് മുമ്പുള്ള സീതയാവില്ല വിധി അറിഞ്ഞ സീത. വിധി എന്തായിരിക്കും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മുംതാസ്മാട് എന്നെ വിളിച്ച് പറയാത്തത് പോലും എന്റെ നിഗമനം ശരിയായതുകൊണ്ടാ. പക്ഷേ അത് കുറച്ച് സമയമെടുത്ത സീതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂ. കൂടുതൽ സമയമെടുത്ത് നിങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ട. നകുല, കുടുംബത്തിൽ കയറി ബഹളം വെക്കുന്നത് നല്ലതാണോ നകുല? ഇതാണോ മര്യാദ? സീതയുടെ കാര്യത്തിൽ എനിക്ക് ഒരു മര്യാദയില്ല. നഷ്ടപ്പെട്ടു പോയ എന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അവസാന ശ്രമ ഈ വിധി. എന്താ കോടതി വിധി അത് പറ. നീ ഇപ്പൊ പറയണടാ. ഞാൻ പോയി സീതയെ വിളിച്ചോണ്ട് വരാം, അവളും കേക്കട്ടെ. അകത്തേക്ക് കയറിയാ നിങ്ങളുടെ കാല് ഞാൻ വെട്ടും. എന്റെ കൺമുമ്പിൽ വെച്ച് ഇവരെ തൊടാൻ ധൈര്യമുണ്ട് ബാലേട്ടന്? ധൈര്യമൊക്കെ താന വരൂടാ നകുല. എല്ലാം കൈവിട്ടു പോകുന്ന ഘട്ടം വന്നാലേ ധൈര്യമൊക്കെ താന വരും. കൃത്യസമയത്ത് ആയുധവും കയ്യിലെത്തും. മുംതാസ് മേഡം, ഫോൺ എടുത്ത് കാര്യം ചോദിക്കടാ. ഹലോ മേഡം. കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ ബാലചന്ദ്രൻ. ഓർഡർ ഞാൻ കയ്യിൽ വാങ്ങി. നകുലം കൊണ്ടുവന്ന കുഞ്ഞ് നിങ്ങളുടെ കുട്ടാപ്പ് തന്നെയാ. മക്കളെ, ദൈവം കാത്തടാ. ഞാൻ എന്താ മേഡം പറയണ്ടേ? പിന്നെ വിളിച്ചാ മതി മിസ്റ്റർ ബാലചന്ദ്രൻ. ആ ശരി മേഡം. അപ്പച്ചമ്മേ, ഈ സന്തോഷം കണ്ടില്ലേ? ഇതൊക്കെ നശിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ നകുല? നകുലന് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. DNA ടെസ്റ്റിന്റെ വിധി പറയാൻ വന്നതായിരിക്കും നകുലേട്ടൻ. അതെ. എന്ന് എനിക്കത് കേക്കണ്ട. എന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. ഇവളാ എന്റെ മോള്. ആ വിശ്വാസത്തെ തകർക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ? വയലോരം വീട്ടിലെ ആഴമുള്ള കിണറ് എന്നെ ഇവളെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. Yeah.